തിരിച്ചു പോകുന്നതാണോ നല്ല ഇതിൽ തന്നെ ഇല്ല, പോകുന്നത്? ഈ ബൈക്കല്ലേ, ബൈക്ക് ഇതിന് പോകുന്നത് തന്നെയാണ്. ബൈക്ക് ഈ പക്ഷെ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഏതായാലും പോകുന്ന വഴിക്ക് നമുക്കൊരു കാഴ്ചയോട് കാണാൻ പറ്റും. ഇത് എരുമേലിയിലാണ്. എരുമേലിയിലെ ഇപ്പോഴത്തെ ഈ സമയത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പേട്ടതുള്ളൽ ആണ്. അപ്പം എരുമേലിയിൽ പേട്ടതുള്ളലിന് ചെറിയ ചെറിയ സംഘങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശബരിമല സീസൺ ഏകദേശമൊക്കെ തീരാറായിരിക്കുന്നുണ്ട്. അപ്പോൾ പേട്ടതുള്ളലിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ പോകാം. ഇപ്പം ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഡീവിയേഷൻ ഉണ്ട്. വഴിക്ക് നേരെ നമുക്ക് പോകാൻ പറ്റില്ല, അപ്പുറത്തേന്ന് കറങ്ങി വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ യാത്ര ആരംഭിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ സ്പെഷ്യൽ ഒക്കെ ഉണ്ട്. ആ സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ മറക്കാതെ കാണുക. അതിമനോഹരമായ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാഴ്ചകൾ കാണാനിടയായി. അതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. അപ്പം വീഡിയോയിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ എന്താണ് ആ സർപ്രൈസ് എന്നറിയാൻ കഴിയുള്ളൂ. അപ്പോൾ കുട്ടിക്കാനം ചുരം തുടങ്ങുമ്പോൾ പുതിയൊരു വ്യൂ പോയിൻ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിലെ പോയവർക്കൊക്കെ കണ്ടിട്ടുണ്ടെന്നറിയാം. ഈ വ്യൂ പോയിൻ്റ് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നീളത്തിൽ ഈ വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടെ മേളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചയുണ്ട്. കാരണം താഴത്തെ മരങ്ങളൊക്കെ മുറിച്ചു എന്നതുകൊണ്ടാണ് ആ വ്യൂ പോയിൻ്റ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഒരു യാത്രയ്ക്ക് ഈ ചുരം തുടങ്ങുമ്പം തന്നെ കിട്ടുന്ന ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പം ഈ റോഡൊന്നും അധികം കാണിച്ച് നമ്മൾ ഇതാക്കുന്നില്ല. കാരണം ഈ വഴികളെല്ലാം നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇതുപോലെ ഉണ്ടെങ്കിൽ ആ കാഴ്ചകൾ കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇന്നത്തെ യാത്രയിൽ 3-4 ഉദ്ദേശങ്ങളുണ്ട്. അതിലേതെങ്കിലും 1-2 സാധനമെങ്കിലും സാധിക്കാൻ പറ്റിയാൽ നമ്മൾ യാത്ര സഫലമായി എന്ന് തന്നെ വിചാരിക്കാം. ഇനി എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര ഒറ്റയ്ക്കാണ് പോകുന്നത്. സോളോ ട്രിപ്പ് ഒത്തിരി നാളായി നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ ഒരു സോളോ ട്രിപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടെ നിങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ. ഫ്രണ്ട്സ്, ഏലപ്പാറയിൽ നിന്നും നമ്മുടെ കട്ടപ്പനയ്ക്ക് പോകുമ്പം, അതായത് ചപ്പാത്ത് കട്ടപ്പന ഭാഗത്തേക്ക് പോകുമ്പോൾ
ആ റൂട്ട് നമുക്ക് എത്ര പോയാലും മതിയാവില്ല. കാരണം ഇപ്പം റോഡ് നന്നായിട്ട് പണിത് നല്ല സൂപ്പർ ടാറിങ്ങൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടേക്കാണ്, വീതിയൊക്കെ കൂട്ടിയിട്ട്. പണ്ട് ഇച്ചിരി ദുർഘടമായിരുന്നു യാത്ര ഇതിലെ. അപ്പം ഇതിലുള്ള യാത്ര അവിസ്മരണീയമാണ്. കാരണം നല്ല രസമാണ് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായി മാറും. അപ്പോൾ ആ അനുഭവം ഇപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. അതിമനോഹരമായ ഈ യാത്ര. ഇന്നത്തെ പകൽ നല്ല പ്രശാന്ത സുന്ദരമായ കാലാവസ്ഥയാണ്. ഇടുക്കി ആയതുകൊണ്ട് തന്നെ അല്പം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ചൂടത്ത് നമുക്ക് കോട്ടിട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം ചെറിയൊരു തണുപ്പും ചെറിയൊരു ചൂടും ഈ രീതിയിലാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. എന്തായാലും ഈ മനോഹരമായ യാത്രയാണ്. ഇന്നത്തെ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട വിശേഷം ഇപ്പോൾ തൊട്ട് മുമ്പുണ്ടായി. ഞാൻ ആ കാഴ്ച ഏറ്റവും വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണുക. കാഴ്ച മനോഹരമാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ കാഴ്ചകൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് കാഴ്ചയിലേക്ക് പോകാം. അതിലൂടെ നല്ലൊരു കയറ്റമുണ്ട്. നല്ല വണ്ടി കയറുമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അങ്ങ് മണ്ട ചിലപ്പോൾ ഒരു വലത്തോട്ട് പോകണം. ആ കോൺക്രീറ്റ് റോഡ് തന്നെ എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടോ, അതാ നല്ലത്. അമ്മ ഇതിലൂടെയൊക്കെ ചോദിച്ചു പോകണം. പുതിയ പാലമല്ല, അത് മെയിൻ റോഡിലാ പുതിയ പാലം. അതിന്റെ തൊട്ട് പഴയ പാലം. വഴി വളരെ മനോഹരമായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എന്നിട്ടൊക്കെ എനിക്ക് അവസാനിച്ചു. ഇതിലെ ഓഫ് റോഡ് വലിയവർക്ക് ഓഫ് റോഡും കിട്ടും. എല്ലാം
സത്യം പറഞ്ഞാൽ ഇതുവരെ ചെന്നിട്ടില്ല. ഇമേജ് തന്നിട്ടുണ്ട്, അത്രയും നല്ല ഇമേജ് തന്നിട്ടുണ്ട്. ചെറിയൊരു തടാകവും പള്ളിക്ക് പോവാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇതിലെ നേരെ ചെല്ലുക. ഇവിടെ ചെല്ലുമ്പോ ഒരു കോൺക്രീറ്റ് തുറന്നു, അത് കുത്ത് കയറ്റം ഫുള്ള് മേലെ കയറും. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കയറും. സ്കൂട്ടിയൊക്കെ ഈസി ആയിട്ട് കയറി പോകാം. അവിടെ കയറി ആ കുത്ത് കയറ്റം കഴിഞ്ഞിട്ട് ഒരു ഇവിടെ നിന്ന് ഇത്ര ദൂരം മോശം വഴിയാ. അത് കഴിയുമ്പോ അതൊരു കോൺക്രീറ്റിലോട്ട് കയറും. അത്ര മോശം വഴി കയറി കഴിഞ്ഞ് കഴിയുമ്പോ ഒരു കോൺക്രീറ്റിലോട്ട് കയറും. ആ കോൺക്രീറ്റിന് നേരെ താഴോട്ട് ചെല്ലുമ്പോ അവിടെ ഒരു അമ്പലം, ഒരു ആലും ഒരു ചെറിയൊരു അമ്പലം വരും. അമ്പലത്തിൽ ഇരുന്ന് നേരെ അമ്പലത്തിൽ അങ്ങോട്ട് പോവാതെ താഴോട്ട് പോവാതെ അമ്പലത്തിന്റെ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ റൗണ്ട് ഒരു അമ്പലമാണ്, റൗണ്ട് ഇത് കെട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി ഇങ്ങോട്ട് പോകും, ഇടത്തോട്ട് ഒരു വഴി പോകും. അത് നേരെ ചെന്ന് ഒരു വേറൊരു അമ്പലത്തിന്റെ മെയിൻ റോഡ്, അതായത് ഏലപ്പാറ ഇരുന്ന് ഉപ്പാറയ്ക്ക് പോകുന്ന ഒരു ഹൈവേ റോഡിലോട്ട് പോയി കയറും. അതിന്റെ അവിടെ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ അപ്പുറത്ത് പള്ളി. വിണ്ടിവാക്കോ വാഗവനമാണോ വാഗമണ്ണാണോ? വാഗാവനം ട്രക്കിങ് നടക്കുന്ന ഒരു സംഭവമുണ്ട്. വനത്തിലേക്ക് നടന്നു പോകുന്നത് ഫോറസ്റ്റുകാർ കൊണ്ടുവന്നൊരു വഴിയാണ്, സ്ഥലമുണ്ട്. അതറിയില്ല. അത് ഇതിന് പോവാണ്. അവിടെ അതിന്റെ കുറച്ചും കൂടെ അപ്പുറത്ത് വരെ ഉള്ളൂ ഈ റോഡ്, ബാക്കി ഫുള്ള് കോൺക്രീറ്റ്. പിന്നെ അങ്ങ് മണ്ടേ ചെല്ലുമ്പോ ഒരു ശകലം ഇത്രയും ദൂരത്തേക്ക് മോശമായി കിടക്കുന്നു. ഇതില് തന്നെ ഇപ്പൊ എന്നാ പോട്ടെ. ഓക്കെ, ഞാൻ പത്തനംതിട്ട. പേരെന്തുവാ? സുരേഷ്. പോലുള്ള സ്ഥലമായാലും എന്ത് സ്ഥലമായാലും മൊത്തത്തിൽ തെറ്റിപ്പോയി. തെറ്റിയ വഴി കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൊത്തത്തിൽ വേറെ റൂട്ട് പിടിച്ചാൽ മതിയായിരുന്നു. അത് ഭയങ്കര ചതിയായിപ്പോയി. ഓഫ് റോഡ് ഓടിയില്ലെന്ന് വേണ്ട. ഓഫ് റോഡിൽ കൂടെ പറക്കണ്ടേ ഇതിനൊക്കെ. പൂ കണ്ടു, കോൺക്രീറ്റ് കണ്ടില്ല. ഒന്നും ചെയ്യണ്ട. അത് നമ്മുടെ ചുരം റോഡ് തുടങ്ങുകയാണ് ചേട്ടാ, ചുരം റോഡ് തുടങ്ങുകയാണ്. ഇവരെന്നെ ചതിക്കുന്ന ലക്ഷണം കേട്ടോ. ഇവർ താപ്പോട്ടൊക്കെ പോകണം. നമ്മളൊരു കുത്തനെയുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിപാടി നടക്കുകയാണ്. എന്താ പൊന്നു അങ്ങനെ കയറി പോവുക എന്നുള്ള ഒറ്റ പരിപാടിയാണ്. ഇതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്.
വെള്ളം പറ്റത്തില്ല. വെച്ചാൽ പോകും. നിങ്ങൾ നോക്കിയിട്ട് തുടങ്ങി. അങ്ങനെയൊന്നും ആശ്രയിക്കണ്ട, ആരെങ്കിലും കാണുവാണെങ്കിൽ ചോദിക്കാം. വീണ്ടും തുടങ്ങി. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കൂടുതലും തമിഴ് വംശജരാണ്. 200 വർഷങ്ങളായെങ്കിൽ പോലും ഇന്ത്യക്ക് അവരുടെ പരമ്പരാഗത രീതികളൊന്നും വിട്ടുകളി അവർക്കില്ല. അവർക്കത് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവരെ കുടുംബങ്ങളിലുള്ള ക്ഷേത്രങ്ങളെല്ലാം ക്ഷേത്രങ്ങൾ അതുപോലെ ഈ നമ്മൾ ബുക്കിലായിരിക്കും ക്രിയേറ്റ് ചെയ്തത്. പിന്നെ അവർക്ക് അവരുടെ ഭാഷ തന്നെ ഒരു സാധാരണ മലയാളം സംസാരിക്കാം. വർഷങ്ങൾ എത്ര ആയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാൻഡ് എസ്റ്റേറ്റിലൂടെ വന്നപ്പോൾ അവിടെ പുള്ളിക്കാരൻ്റെ എല്ലാം വർഷങ്ങളായി വന്നിട്ട് ഇത് ഇവിടെ വന്ന് ജനിച്ച ആളാണ്. എന്നിട്ടും പക്ഷേ പറയുക പക്ഷെ എന്ന് പറയുന്നത് അവർ വരാൻ ആഗ്രഹിക്കുന്നു. ആൻഡ്രൂസ് ലൂസിഫർ കൊണ്ട് പ്രശസ്തമായ ലൂസിഫർ ചർച്ച് അതാണിത്. ഇതൊക്കെ ഇവിടെ എന്തെങ്കിലും ആൾക്കാരൊക്കെ ഒന്നും തോന്നിക്കുന്നുണ്ട്.
കണ്ടോ പോവാന്ന്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വന്ന് ഓഫ് റോഡൊക്കെ താണ്ടി ഏതോണ്ടൊക്കെ വഴി കൂടെ കയറി വന്ന് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത ലൂസിഫർ സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചിൽ എത്തിയിട്ടുണ്ട്. ലൂസിഫർ ചർച്ച് നമുക്കത് സിനിമയ്ക്ക് ശേഷം വന്ന പേരാണ്. യഥാർത്ഥത്തിൽ ഈ ചർച്ച് എന്ന് പറയുന്നത് CSIക്കാരുടെ സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ, ഈ ചർച്ചിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതൊരു സെമിട്രിയാണ്, ഈ ചർച്ചിൻ്റെ ബന്ധപ്പെട്ട സെമിത്തേരിയാണ്. യഥാർത്ഥത്തിൽ ഈ ഇവിടെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ പ്രയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമായിട്ട് തോന്നുന്നില്ല. ഇനി എന്തായാലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളായിരിക്കും. ഇവിടെയൊക്കെ എല്ലാം സെല്ലുകളാണ്. ലൂസിഫർ ചർച്ചിൻ്റെ കാഴ്ചകൾ നമ്മൾ സിനിമയിൽ നമുക്ക് ഭയങ്കര എഫക്റ്റ് നൽകിയൊരു ഭാഗമാണ്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ പറയത്തക്ക അത്ര വലിയ എഫക്റ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഒന്ന് വരുന്ന ഒരു ഇത് സൂപ്പറാണ്. വാഗാവനം ട്രക്കിങ് നമുക്ക് ഇന്ന് മിസ്സാകുന്ന ലക്ഷണമാണ്. കാരണം ഇവിടുന്ന് ഇനി 8.5 കിലോമീറ്റർ യാത്ര ചെയ്താലും വാഗാവനം ട്രക്കിങ്ങിൽ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്നിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് വിശദമായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചർച്ചിനോടൊപ്പം വേറൊരു സംഭവം ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ ഹൈലൈറ്റ് ആക്കുന്നത്. ഈ ഒരു ലൊക്കേഷനെ ഹൈലൈറ്റ് ആക്കുന്നത് ഒരു ചെറിയ എന്താണ് ഒരു ഹൊറർ പശ്ചാത്തലമൊക്കെ നൽകുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്കൊന്ന് കാണിക്കാം. ഈ ഉണങ്ങി നിൽക്കുന്ന ഈ മരം ആ സിനിമയിലെ അത് കാര്യമായിട്ട് ആംബിയൻസ് വരുന്ന ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഉള്ള ഒരു പള്ളിയെ വേറൊരു രീതിയിൽ ഉപയോഗിച്ച് പ്രശസ്തമാക്കിയ സിനിമയാണ് ലൂസിഫർ സിനിമ മോഹൻലാലിൻ്റെ. അപ്പം ആ ലൊക്കേഷനാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പം ഇവിടങ്ങളിൽ മുഴുവൻ സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷനുകളാണ് നമ്മൾ കണ്ടു. അമൽനീരൊക്കെ പുതിയ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ വീണ്ടും ഇടുക്കിയിൽ കയറിയിട്ടുണ്ട്. എനിവേ നമ്മൾ കണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ. ലൂസിഫർ ചർച്ചിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ കാഴ്ച. പിന്നെ ലൂസിഫർ ചർച്ചിലേക്ക് വരുന്ന വഴി ഒന്ന് കാണിക്കണം. യഥാർത്ഥത്തിൽ അത് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടില്ല. ഒരിക്കലും ഒരു കാരണവശാലും കരിന്തരുവി പാലം വഴി ലൂസിഫർ ചർച്ച് കാണാൻ വരേണ്ട ഒരു കാര്യമില്ല. കരിന്തരുവി പാലം വന്നു കഴിഞ്ഞാൽ ലൂസിഫർ ചർച്ചിലേക്കുള്ള യാത്ര ഏറെ ദുർഘടമാണ്. നല്ല അത്യാവശ്യം ഓഫ് റോഡ് ഓടാനും വലിയ കയറ്റം കയറാനും ഒക്കെ താല്പര്യമുള്ളവർ മാത്രമേ കരിന്തരുവി വഴി വരാൻ പറ്റുള്ളൂ. വൈബാണ്, കുഴപ്പമില്ല, നല്ല രസമാണ്. പക്ഷേ എല്ലാവർക്കും ഒരുപക്ഷെ പറ്റത്തില്ല, മടുക്കും. കാരണം അത്രയ്ക്കും മോശപ്പെട്ട വഴിയുണ്ട്. പിന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കയറ്റമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏലപ്പാറയിൽ നിന്ന് നേരെ ഉപ്പുതറയ്ക്ക് പോകുന്ന റൂട്ട് പശുപ്പാറ വഴി, ആ വഴി നേരെ കയറി വരിക. അവിടേക്ക് അടിപൊളിയാണ്. അതുവഴി വന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ എത്തിച്ചേരാം. അതാണ് ആ മലയുടെ മുകളിൽ എന്തോ ക്ഷേത്രം ഏതാണ്ടുള്ളത്. ഏത് മലയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഇതായിരിക്കും.
കുരിശുമലയായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു കുരിശുണ്ട്. ആ മലയുടെ ഒരു ചവരിക്കൂടെ നമ്മൾ വന്നത്, മലയുടെ അടിവാരത്തൂടെ നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ വന്ന വഴിയൊക്കെ കാണുക, ആ വഴി വരണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓഫ് റോഡ് വിടാൻ താല്പര്യമുള്ളവർ, ഇച്ചിരി അഡ്വഞ്ചർ മനസ്സുള്ളവർ ഉറപ്പായിട്ട് വരാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിസരത്തിൻ്റെ കാഴ്ചകൾ. ഇന്നത്തെ യാത്ര ഒട്ടും മോശമല്ല. നമ്മൾ കണ്ണൂർ ടീമിനെ കണ്ടു, പിന്നെ ഇവിടെ വന്നു. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണ് പോകാൻ പറ്റുന്നുണ്ട്, അതൊരു കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. കാഴ്ചകൾ ഇനി അവർ കാണട്ടെ. ഓക്കെ,